PM ശ്രീ വിഷയത്തിൽ ഒന്നാം ദിവസം വിനു വി ജോണിലൂടെ ഒഴിഞ്ഞു മാറിയ ഏഷ്യാനെറ്റ് രണ്ടാം ദിനം ചർച്ച ചെയ്തു. അല്ല, ചർച്ച ചെയ്യേണ്ടി വന്നു. നേരോടെ നിർഭയം നിരന്തരമെന്നൊക്കെ നേരം നോക്കാതെ വച്ചുകീച്ചുന്നവർ കേരളത്തെ ആകെ ബാധിക്കുന്ന ഒരു സുപ്രധാന വിഷയം ചർച്ചയ്ക്കെടുക്കാതെ ഇരുന്നാൽ നഷ്ടമാകുന്നത് അവരുടെ തന്നെ നിർഭയത്വമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. വിനു വി ജോണിന് പകരക്കാരനായി ഇന്നലെ കളിക്കിറങ്ങിയത് PG സുരേഷ് കുമാറാണ്. പരസ്യം ഒഴിവാക്കിയുള്ള 56 മിനിറ്റും 29 സെക്കൻഡും സുരേഷ് എങ്ങനെ വിനിയോഗിച്ചു എന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം അവതാരകൻ വട്ടമിട്ട് പറഞ്ഞത് CPM പ്രകൃതിയുടെ തലയ്ക്ക് മുകളിലൂടെ ആയിരുന്നു. എല്ലാം വിശദമാക്കാം ന്യൂസ് ലാബിൽ. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ന്യൂസ് അവറിൻ്റെ മൊണ്ടാഷ് 11 സെക്കൻഡ്, ബാക്കിയുള്ള 1 മിനിറ്റ് മുഖ്യമന്ത്രി VD സതീശൻ്റെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയും ബൈറ്റാണ്. പിന്നെ അവതാരകൻ്റെ ഊഴമാണ്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാർ U-ടേൺ അടിച്ചോ? ഇനി പിന്നോട്ട് പോവാനില്ലെന്ന VD സതീശൻ്റെ വാദം സത്യമാണോ? ഉപസമിതിയെ വെച്ച് മുന്നോട്ട് പോകുന്നത് മുൻ നിലപാടിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ? PM ശ്രീ അറബിക്കടലിൽ നിന്ന് വെല്ലുവിളിച്ച ലീഗും രാഷ്ട്രീയമായി കുടുങ്ങിയോ? നടപ്പാക്കാനല്ല, പണത്തിനായി ഒപ്പിട്ടതാണെന്ന പിണറായിയുടെ വാദം നിലനിൽക്കുന്നതാണോ? രാഷ്ട്രീയ തർക്കത്തിൽ PM ശ്രീ കേരളത്തിന് നഷ്ടമാക്കണോ? ആദർശം അറബിക്കടലിൽ എന്ന തലക്കെട്ടിലാണ് സുരേഷ് കുമാറിൻ്റെ ചർച്ച. തുടക്കത്തിലെ ഒരു കാര്യം വ്യക്തമാക്കാം. 1 മണിക്കൂറോളം നീളുന്ന ചർച്ചയിൽ സുരേഷ് കുമാറിന് രാഷ്ട്രീയമേ ഇല്ലെന്ന് തോന്നും കണ്ടാൽ, അല്ലെങ്കിൽ അത് സംഘ് പരിവാറിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയമെന്ന് പറയേണ്ടി വരും. അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് സുരേഷ് കുമാർ ഇൻട്രോയിൽ പറഞ്ഞ രാഷ്ട്രീയ തർക്കത്തിൽ PM ശ്രീ കേരളത്തിന് നഷ്ടമാക്കണോ എന്ന ചോദ്യം. ഇതിൽ നിന്നും ഒന്ന് വ്യക്തമാണ്. PM ശ്രീ എന്ന വിവാദ വിഷയത്തിൽ സുരേഷ് കുമാറിനോ സുരേഷ് കുമാറിൻ്റെ സ്ഥാപനമായ ഏഷ്യാനെറ്റിനോ വ്യക്തമായ രാഷ്ട്രീയം പറയാനില്ല. പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയത്തിന് നിരക്കാത്തതായി പോകും എന്നതാണ്. BJP നേതാവിൻ്റെ ചാനൽ PM ശ്രീക്കെതിരായ നിലപാടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുന്നത് പോലെ ആയിപ്പോകും. സത്യത്തിൽ ഇത് രണ്ടും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമല്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, CPMൽ നിന്ന് KS അരുൺകുമാർ, BJPയിൽ നിന്ന് P ശ്യാംരാജ്, വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ G ഗോപകുമാർ എന്നിവരാണ് പാനലിൽ ഉള്ളത്. അതായത് പതിവ് പോലെ അവതാരകനടക്കം 4 പേർ CPM പ്രകൃതിക്കെതിരായി സംസാരിക്കാൻ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വിദഗ്ധനോട് ഒരു ചോദ്യം ചോദിക്കാൻ അവതാരകൻ എടുത്തത് 2 മിനിറ്റ്. ഇത്രയ്ക്ക് വിശദീകരിച്ച് ചോദിക്കേണ്ടതുണ്ടോ? വാർത്ത കാണുന്ന ഏവർക്കും അറിവുള്ള കാര്യമായിരിക്കെ സുരേഷ് കുമാർ ഇത്ര നീണ്ട ചോദ്യം ചോദിക്കുന്നത് തന്നെ തെറ്റാണെന്നേ പറയാൻ കഴിയൂ. ഡോക്ടർ G ഗോപകുമാർ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അധ്യാപകനും വിദ്യാഭ്യാസ വിദഗ്ധനും ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ഒരു പ്രശ്നമേ അല്ലെന്ന നിലപാടിലാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച പുരോഗമിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്കകത്ത് പ്രശ്നങ്ങളില്ല എന്ന് മാത്രമല്ല, ഇവിടെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഇത് മുഴുവൻ കാവ്യവൽക്കരണമാണെന്നൊക്കെ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നേരാവണ്ണം വായിക്കാത്തതിന്റെ കുഴപ്പം മാത്രമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും PM ശ്രീ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കരിക്കുലത്തിന്റെ കാര്യം പറയുന്നത് ഒരു മുടന്തൻ ന്യായമാണ്. അന്ന് ഇക്കാര്യത്തിൽ നമ്മൾ പഴയകാലത്ത് ചർച്ച ചെയ്തപ്പോൾ അന്നത്തെ ഗവൺമെന്റിനെ പൂർണ്ണമായും നമ്മൾ പിന്തുണച്ച് ഞാനും ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. അന്ന് ബിനോയ് വിശ്വം എന്തുകൊണ്ട് ഇത് എതിർക്കണോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചതാണ്. അതിന് വ്യക്തമായ ഒരു മറുപടിയും CPIയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടി. ഡോക്ടർ G ഗോപകുമാർ ഈ ചർച്ചയിൽ നൽകിയ ഏറ്റവും വലിയ സംഭാവന CPIയെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി എന്നതാണ്. കഴിഞ്ഞ സർക്കാരിന് ഏറ്റവും വലിയ പ്രതിച്ഛായ നഷ്ടത്തിനിടയാക്കിയത് PM ശ്രീയിൽ ബിനോയ് വിശ്വം എടുത്ത ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകളായിരുന്നു. ഏറെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ മുന്നണിക്കപ്പുറം മാധ്യമ വിചാരണയ്ക്ക് ഇട്ടുകൊടുത്തത് ബിനോയ് വിശ്വമായിരുന്നു. നിലപാടുകളുടെ രാജകുമാരന്മാർക്ക് പിന്നെ എന്തുമാകാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് CPIക്കാരെ ഇപ്പോഴും വലത് കമ്മ്യൂണിസ്റ്റുകളെന്ന് വിളിക്കുന്നത് തന്നെ. അടുത്ത ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോണിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിലും സുരേഷ് കുമാർ പോയത് KS അരുൺകുമാറിലേക്ക്. ചോദ്യമാണ് ബഹുരസം. മുൻ സർക്കാർ MOU ഒപ്പിട്ടതുകൊണ്ട്
പിന്നാക്കം പോകാൻ കഴിയില്ലെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. കേരളം ഇപ്പോഴും PM ശ്രീ പദ്ധതിയുടെ ഭാഗമാണോ? ജിൻഡോ ജോണിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ സത്യത്തിൽ ഇത്? ഇവിടെ അരുൺകുമാർ ഉത്തരം പറയേണ്ട എന്തു ബാധ്യതയാണുള്ളത്? അരുൺകുമാർ CPM പ്രതിനിധിയല്ലേ? CPM അധികാരത്തിൽ നിന്നും പോയി, കോൺഗ്രസ് അധികാരത്തിൽ വന്നു, എന്നിട്ടും മറുപടി പറയേണ്ടത് CPM പ്രതിനിധി. എന്നാലും അരുൺകുമാർ മാന്യമായി തന്നെ മറുപടി നൽകി. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കി എന്ന് അദ്ദേഹം പറഞ്ഞു. നടപ്പിലാണ്, ഇപ്പോൾ അണ്ടർഗോയിങ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം, PM ശ്രീയുടെ പണം കേരളം കൈപ്പറ്റി എന്ന് പറഞ്ഞു. ഇത് രണ്ടും പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നു. ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഫയൽ ചെയ്ത മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഫിഡവിറ്റിൽ കേരളം ഒപ്പിട്ടു എന്നിരുന്നാൽ പോലും മുന്നോട്ട് പോയില്ല, റെലിക്വൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതുപോലെ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല. ഒരു തരത്തിലും കേരളം അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോർട്ടൽ ജനുവരി മാസം ഓപ്പൺ ചെയ്തിട്ടും അതിലേക്ക് സ്കൂളുകൾ ആഡ് ചെയ്യാനോ ഒരു തരത്തിലുള്ള തുടർ നടപടിയും സ്വീകരിച്ചില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ രണ്ട് കാര്യത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. മറ്റൊന്ന്, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇതിനു ശേഷവും അരുൺകുമാറിന് നിർത്താൻ കഴിയുന്നില്ല. ഉടുമ്പ് പിടിച്ചതുപോലെ അവതാരകൻ അരുൺകുമാറിനെ പിടിച്ചിരിക്കുകയാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കേന്ദ്രത്തിന് ഇടത് സർക്കാർ അയച്ച കത്തും അതിനെ ചുറ്റിപ്പറ്റിയുമാണ് പിന്നീട് ചർച്ച പുരോഗമിച്ചത്. MOU ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം ആവർത്തിക്കുന്നുണ്ട് അവതാരകൻ. അതിനു മറുപടിയായി കഴിഞ്ഞ നവംബർ 12 അയച്ച കത്ത് വീണ്ടും വീണ്ടും ചർച്ചയാകുന്നു. SSA ഫണ്ട് തടഞ്ഞു വെച്ചതും അത് റിലീസ് ചെയ്യാൻ കേന്ദ്രം നടത്തിയ ബാർഗനിങ്ങുമൊക്കെ ചർച്ചയാകുന്നു. മാസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചർച്ച ചെയ്യുകയാണ്. അരുണിൻ്റെ ഭാഗം അവസാനിക്കുമ്പോൾ അവതാരകൻ CPIയുടെ ആർജവത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. PM ശ്രീ പദ്ധതി UDF നടപ്പാക്കുമ്പോൾ CPI അതിശക്തമായി സമരവുമായി രംഗത്ത് വരട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. 5 ബൈറ്റുകൾ, അതായത് പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ 5 5 വ്യത്യസ്ത സമയങ്ങളിൽ നടത്തിയ PM ശ്രീ വിരുദ്ധ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോണിലേക്ക് അവതാരകൻ പോയത്. സതീശൻ കഞ്ഞിക്കുഴി എന്ന കഥാപാത്രത്തെ ഓർമ്മപ്പെടുത്തും വിധമാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ അവതരണത്തിൻ്റെ ആരംഭം തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ PG എന്നാണ് തുടങ്ങുന്നത് തന്നെ. ഇത്രയും ബൈറ്റൊന്നും കണ്ടത് പോരാ, സുരേഷ് കുമാറിൻ്റെ ചോദ്യവും പോരാ. എന്നിട്ടും ഒരു തരത്തിലുള്ള ചമ്മലോ പരിഭ്രമോ ഇല്ലാതെ ചിരിച്ചോണ്ട് അങ്ങോട്ട് മറുചോദ്യം ചോദിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. മുഖ്യമന്ത്രി എന്ത് കള്ളമാണോ പറഞ്ഞത് അത് അണുവിട തെറ്റാതെ ജിൻഡോ ജോണും വിളിച്ചു പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ PG, ഇത്ര നേരം താങ്കളും അരുൺകുമാറും ഏകദേശം 25 മിനിറ്റോളൊക്കെ സംസാരിച്ചല്ലോ. താങ്കൾക്കും എനിക്കും കേരളത്തിലെ ഏഷ്യനെറ്റിന്റെ പ്രേക്ഷകർക്കും കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. കേരളം PM ശ്രീയുടെ ഭാഗമാണ് നിലവിൽ. ഇവര് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ശിവൻകുട്ടി നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ വകുപ്പ് MOയിൽ ഒപ്പിട്ടത് മുതൽ PM ശ്രീയുടെ ഭാഗമാണ്. 2 കണ്ടീഷനല്ലേ ഉള്ളൂ. ഒന്നുകിൽ 2 പാർട്ടിയും കേന്ദ്രവും സംസ്ഥാനവും മ്യൂച്വലായിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറാകണം. അങ്ങനെ നടക്കില്ല, നടന്നിട്ടില്ല. ഒന്ന് 30 ദിവസത്തിനുള്ളിലെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് ഒഴിവാകണം. ഇവിടെ ഒഴിവാകുന്ന നിലപാടല്ല എടുത്തത്, അത് മരവിപ്പിക്കുകയാണ്. സഖാക്കന്മാർ ഡൽഹിക്ക് ഒരു കത്തയച്ച് ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മരവിക്കില്ല. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള കരാറല്ലല്ലോ. സൗകര്യം പോലെ പണം വാങ്ങിയിട്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒപ്പിട്ട MOU ആണ്. എന്റെ ചോദ്യം, അന്ന് ഇനി ഇതെല്ലാം ഒപ്പിട്ട സാഹചര്യം അറിയാം. ക്യാബിനറ്റിനെ മറച്ചു, മുന്നണിയെ മറച്ചു, സ്വന്തം സഖാക്കന്മാരെ മറച്ചു, സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ മറച്ചു, കേരളത്തെ മറച്ചു. കാരണം ഇവർ ഈ പരിപാടി തുടങ്ങിയത് 2024 തന്നെ, 24 മാർച്ച് മാസം 30 തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. എന്തും പറഞ്ഞാണ് ഞങ്ങൾ ഇത് നടപ്പാക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ചിന്താവാരികയിൽ ലേഖനം എഴുതും, ദേശാഭിമാനിയിൽ ലേഖനം എഴുതും, കൈരളി ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കും, മാധ്യമങ്ങളോട് മറ്റൊന്ന് പറയും, ക്യാബിനറ്റിൽ അതൊക്കെ മറച്ചു വെക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവർ ഒപ്പിട്ടു. ജിൻഡോയുടെ ചർച്ച കാണുന്നവർക്കറിയാം, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാതെ കറങ്ങിത്തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഇടയ്ക്ക് കയറി സുരേഷ് കുമാർ ഒരു ചോദ്യം ചോദിച്ചു. ഉത്തരമായിട്ട് പറയുക എന്ന കാര്യം ജിൻഡോയുടെ നിഘണ്ടുവിലേ ഇല്ലെന്ന് തോന്നും ചർച്ചയുടെ പോക്ക് കണ്ടാൽ. PM ശ്രീ പദ്ധതിയിലെ കോൺഗ്രസിന്റെ UDFന്റെ സ്റ്റാൻഡ് എന്താണ്? ആ പദ്ധതിക്ക് നിങ്ങൾ അനുകൂലമാണോ അതോ ആ പദ്ധതിയെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്നുണ്ടോ?
അല്ല, അതിലൊരു പ്രശ്നം കേന്ദ്ര സർക്കാർ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വിവിധ പദ്ധതികളിൽപ്പെടുത്തി പണം കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വലിയ സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ? 2014 4.8 GDP-യുടെ 4.8% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അത് 2.6 മാറുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഓരോ വർഷവും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുന്ന പദ്ധതി വിഹിതം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വിഹിതം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പോലും കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള NEP-യുടെ ഭാഗമായിട്ടുള്ള സംഘപരിവാർ നയങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പിന്നെയും ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും പിന്നെ പരുവം പോലെ അതിനെ തല്ലിക്കൊല്ലാമെന്നുമുള്ള പതിവ് കോൺഗ്രസ് ശൈലിയിൽ നിന്ന് അണുവിട മാറാതെ ജിൻഡോ ജോൺ കുതിക്കുകയാണ്. വീണ്ടും അരുൺകുമാറിലേക്ക് അവതാരകൻ പോകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് പ്രശ്നമെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനും അതേ ന്യായം മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. ഉത്തരം എന്താ ഇങ്ങനെയും. ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് താങ്കൾ ധാരാളം സമയം കൊടുത്ത് വീണ്ടും ചോദിച്ചു. അന്ന് VD സതീശൻ UDF വരുമ്പോൾ ഇത് നടപ്പാക്കില്ല, അതുപോലെ തന്നെ ഇത് ചവറ്റുകൊട്ടയിലിടും, അറബിക്കടലിലിടും എന്നു പറഞ്ഞത് വേണ്ടത്ര പഠിക്കാതെയാണ്. ഞങ്ങളിപ്പോ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് ഇപ്പോഴാണെന്ന് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അന്ന് പെട്രോൾ ഡീസൽ വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ നികുതി ഭീകരത എന്ന് പറഞ്ഞത് ഇപ്പൊ 4 തവണ 8 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പഠിക്കട്ടെ. 1 രൂപ പോലും കടമെടുക്കാതെ കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാമെന്ന് അന്ന് പറഞ്ഞു. ഇപ്പൊ 6800 രൂപ കടമെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ പഠിക്കട്ടെ. PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. എക്സ്റ്റെൻഡ് ചെയ്തു. 3-ാം ദിവസം പിൻവലിച്ചിട്ട് പറഞ്ഞു നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, ഞാൻ അതൊന്ന് പഠിക്കട്ടെ. അങ്ങനെ എത്രയോ ഉദാഹരണം. മുനമ്പം 10 മിനിറ്റ് കൊണ്ട് ഞാൻ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ 1 മാസം തികഞ്ഞല്ലോ ഈ ഗവൺമെന്റ്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും അരുൺകുമാർ പറഞ്ഞതുപോലെ എല്ലാം പഠിച്ചിട്ട് പറയുന്ന മുഖ്യമന്ത്രി VD സതീശൻ നന്നായി പഠിച്ചിട്ട് കള്ളമല്ലാത്ത ഒരു ഉത്തരം കേരളത്തിന് നൽകട്ടെ എന്ന് ആശിക്കുന്നു. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.